നമസ്കാരം കൂട്ടുകാരെ. രണ്ടാം വർഷ ECT വിദ്യാർത്ഥികൾക്ക് മൊഡ്യൂൾ 3 ഭാഗമായി പഠിക്കേണ്ടത് മൈക്രോ കൺട്രോളർ ആൻഡ് റോബോട്ടിക്സ് എന്നതാണ്. ഇതിൽ ആദ്യ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ പ്രാഥമികമായി മൈക്രോ കൺട്രോളുകൾ എന്താണ്, അവയുടെ പ്രാധാന്യം എന്താണ്, ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ്. തീർച്ചയായും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. റോബോട്ടിക്സ് എന്ന് പറയുന്നത് ആധുനിക ഇലക്ട്രോണിക്സിലെ ഏറ്റവും പ്രയോജനപ്രദമായ ഒരു ശാസ്ത്രശാഖയാണ്. ഈ നൂതനമായ കൊറോണ കാലത്ത് റോബോട്ടിക്സുകളെ സഹായത്താലും റോബോട്ടുകളെ ഉപയോഗിച്ചും ആരോഗ്യ പരിശോധന, വ്യക്തിസുരക്ഷ എന്നിവ ഒരുക്കുന്നത് നാം ദൃശ്യമാധ്യമങ്ങളുടെ കണ്ടതാണ്. മൈക്രോ കൺട്രോളറുകളാണ് നാം ഈ കാണുന്നത്. ഇത് ഒരു ഇൻ്റഗ്രേറ്റഡ് ചിപ്പ് ആണ്. ഈ ഇൻ്റഗ്രേറ്റഡ് ചിപ്പിന് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രോഗ്രാമുകൾ ചെയ്ത് ഇൻ്റഗ്രേറ്റഡ് ചിപ്പുകളെ കൊണ്ട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് വാഷിംഗ് മെഷീൻ, ATM മെഷീൻ, മൈക്രോവേവ് ഓവൻ എന്നിവയ്ക്കുള്ളിൽ മൈക്രോ കൺട്രോളറുകളുണ്ട്. അത് ആ ഒരു പ്രത്യേക കാര്യത്തിനായി പ്രോഗ്രാം ചെയ്ത് ഘടക സംയോജനം ചെയ്താണ് പ്രവർത്തന സജ്ജമാക്കുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് എംബഡഡ് സിസ്റ്റം എന്നുള്ളതാണ്. അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ കണ്ടു കാണും. നോക്കൂ, എന്താണ് ആ ഡെഫിനിഷൻ? ആൻ എംബഡഡ് സിസ്റ്റം ഈസ് വൺ ദാറ്റ് ഹാസ് എ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ വിത്ത് സോഫ്റ്റ്വെയർ ആർ എംബഡഡ് ഇൻ ഇറ്റ് ആസ് വൺ ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്. അതായത് എംബഡഡ് സിസ്റ്റം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ഹാർഡ്വെയറും ഒരു സോഫ്റ്റ്വെയറും ചേർന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് എംബഡഡ് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാ നോക്കൂ, എംബഡഡ് സിസ്റ്റത്തിന് ഉദാഹരണങ്ങൾ നമുക്ക് വളരെ സുപരിചിതമായ ചിത്രങ്ങളാണ്. മൊബൈൽ ഫോൺ, ലൈറ്റ്, ഓട്ടോമാറ്റിക് ലൈറ്റ്, ക്യാമറകൾ, മറ്റ് ഗാഡ്ജറ്റ്സുകളെല്ലാം തന്നെ എംബഡഡ് സിസ്റ്റത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നോക്കൂ, പല മേഖലകൾ തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് എംബഡഡ് സിസ്റ്റങ്ങളെ പരിചയപ്പെടാം. എൻ്റർടൈൻമെൻറ്റ് രംഗം, ടെലിവിഷൻ രംഗം, വിമാനയാത്രാ രംഗം, മറ്റ് പല പല മേഖലകളിലൂടെ എൻ്റർടൈൻമെൻറ്റ് രംഗത്തിൽ വളരെ പരിചിതമായി നമ്മൾ എംബഡഡ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു ഡെഡിക്കേറ്റഡ് പ്രവർത്തനം എന്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ചിത്രത്തിൽ നോക്കൂ, ഒരു കമ്പ്യൂട്ടറും ഒരു വാഷിംഗ് മെഷീനുമാണ് കാണുന്നത്. രണ്ടും രണ്ട് പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എന്നാൽ രണ്ടിലുമുള്ള ഡെഡിക്കേഷൻ എന്താണെന്ന് നോക്കാം. ഒരു വാഷിംഗ് മെഷീനിൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറുമുണ്ട്, അത് കമ്പ്യൂട്ടറിനുമുണ്ട്. എന്നാൽ ഇവ തമ്മിലുള്ള വ്യത്യാസം, കമ്പ്യൂട്ടർ പലതരം പ്രവർത്തനങ്ങൾ പല രീതിയിൽ വളരെ വേഗത്തിൽ കൂടുതൽ ഡേറ്റയിലൂടെ കൈകാര്യം ചെയ്യുന്നു. എന്നാൽ വാഷിംഗ് മെഷീൻ ഒരേ ഒരു പ്രവർത്തനം മാത്രമേ ചെയ്യാൻ കഴിയൂ. ഇത്തരത്തിൽ ഡെഡിക്കേറ്റഡ് കാര്യം മാത്രം ചെയ്യുന്നതിന് ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിക്കാൻ പറ്റും. വാഷിംഗ് മെഷീന് തുണി അലക്കുക, തുണി ഉണക്കുക, വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക, മോട്ടോർ കറക്കുക എന്നീ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഡെഡിക്കേറ്റഡ് കാര്യം ചെയ്യുന്നതിന് നമ്മെ സഹായിക്കാൻ നമ്മൾ മൈക്രോ കൺട്രോളർ ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു കമ്പ്യൂട്ടറിലാകട്ടെ മൈക്രോ കൺട്രോളറിനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോഴാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ എന്ന ചിപ്പിൻ്റെ സഹായം തേടുന്നത്. ഇതാണ് ഒരു മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസ്സറും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ആദ്യ ചുവടുവെപ്പ്. ഒരു ഡെഡിക്കേറ്റഡ് പ്രവർത്തനം എംബഡഡ് സിസ്റ്റത്തിൽ മാത്രമാണ് നടക്കുന്നത്. ആ പ്രവർത്തനത്തിന് നമ്മെ സഹായിക്കുന്നത് ഒരു മൈക്രോ കൺട്രോളർ മാത്രമായിരിക്കും. അടുത്തതായി എംബഡഡ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എംബഡഡ് സിസ്റ്റം. എന്തൊക്കെയാണ് എംബഡഡ് സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ? ചിത്രത്തിൽ നോക്കൂ, പ്രധാനപ്പെട്ട 5 സവിശേഷതകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്തെ സവിശേഷത സ്പീഡ് അഥവാ വേഗത. എത്രയും വേഗത കൂടിയ സിസ്റ്റങ്ങളെയാണ് ഏറ്റവും മികച്ച ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. എത്രമാത്രം വേഗത്തിൽ മികച്ച ഔട്ട്പുട്ടുകൾ നൽകുന്ന സിസ്റ്റമുണ്ടോ അവയാണ് നല്ല എംബഡഡ് സിസ്റ്റം. രണ്ടാമത്തത് പവർ, ഏറ്റവും കുറഞ്ഞ പവർ വിനിയോഗം. അതുതന്നെയാണ് ഏറ്റവും മികച്ച മറ്റൊരു സവിശേഷത. ഊർജ്ജ ഉപയോഗം കുറഞ്ഞത്
മെച്ചപ്പെട്ട പ്രവർത്തനത്തിന് തടസ്സമാകാതിരുന്നാൽ അതൊരു സവിശേഷത തന്നെയാണ്. 3. സൈസ് ആൻഡ് വെയ്റ്റ് അഥവാ ഭാരവും വലിപ്പവും. ഒരു നല്ല എംബഡഡ് സിസ്റ്റം ചെറുതാണെങ്കിലും ഭാരം കുറഞ്ഞതുമാകയാൽ കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ രൂപത്തിലും ചെറിയ ഭാരത്തിലുമുള്ളത് നല്ലൊരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ മറ്റൊരു സവിശേഷത കൂടിയാണ്. അടുത്തത് ആക്യുറസി അഥവാ സൂക്ഷ്മത. ആക്യുറസി ഏറ്റവും മികച്ചതായിരിക്കണം. ഏറ്റവും സൂക്ഷ്മത കൂടിയ എംബഡഡ് സിസ്റ്റം ഏറ്റവും നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടും. അടുത്ത സവിശേഷതയായി പറയാനുള്ളത് അഡാപ്റ്റബിലിറ്റിയാണ്. ഏറ്റവും മികച്ച അഡാപ്റ്റബിലിറ്റി തോതാണ് നല്ലൊരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ ലക്ഷണം. പല പ്രതലത്തിലും പല സാഹചര്യത്തിലും പ്രവർത്തിക്കുമ്പോൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനെയാണ് അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും നല്ല രീതിയിൽ പ്രിൻ്റ് തരിക, നല്ല ഇമേജുകൾ തരിക, നല്ല രീതിയിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇതെല്ലാം അഡാപ്റ്റബിലിറ്റിക്ക് ഉദാഹരണങ്ങളാണ്. അവസാന സവിശേഷത റിലയബിലിറ്റി, വിശ്വസനീയത. മസ്റ്റ് ബി റിലയബിൾ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അതായത് കൂടുതൽ കാലം ഏറ്റവും മികച്ച പ്രവർത്തനം നൽകിക്കൊണ്ടിരിക്കാനുള്ള കഴിവ്. ഈ മികച്ച പ്രവർത്തനം കൂടുതൽ നാൾ നൽകുന്നതിലൂടെ നല്ലൊരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനമാണ് വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായും ഈ 5 സവിശേഷതകൾ വേഗത, ഊർജോപയോഗം, വലിപ്പം, ഭാരം, സൂക്ഷ്മത, അഡാപ്റ്റബിലിറ്റി, വിശ്വസനീയത, ഈ ഗണങ്ങളിൽ പെടുന്നതാണ് ഒരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഒന്നുകൂടെ നമുക്ക് മറക്കാതെ കാത്തു സൂക്ഷിക്കാം. വേഗത കൂടിയത്, പവർ ഉപയോഗം കുറഞ്ഞത്, വലിപ്പവും ഭാരവും കുറഞ്ഞത്, ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ഇരിക്കുന്നത്, അഡാപ്റ്റബിലിറ്റിയും റിലയബിലിറ്റിയും കൂടുതലുള്ള ഒരു എംബഡഡ് സിസ്റ്റമാണ് നമുക്ക് ഏറ്റവും മികച്ച എംബഡഡ് സിസ്റ്റങ്ങളുടെ ഗണത്തിൽപ്പെടുന്നത്. ഒരു പ്രിൻ്റർ വളരെ വേഗത്തിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടിയാൽ മികച്ചതാണ്. വളരെ വലിപ്പം കുറഞ്ഞതാണെങ്കിലോ കൂടുതൽ സൗകര്യപ്രദമാകും. ഏറ്റവും സൂക്ഷ്മതയാണെങ്കിലോ സൂക്ഷ്മമായ പ്രിൻ്റുകൾ നല്ലൊരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ ലക്ഷണമാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. എന്തൊക്കെയാണ് എംബഡഡ് സിസ്റ്റത്തിൻ്റെ വകഭേദങ്ങൾ അഥവാ കാറ്റഗറീസ് ഓഫ് എംബഡഡ് സിസ്റ്റം? പ്രധാനമായും എംബഡഡ് സിസ്റ്റങ്ങൾ 2 തരത്തിലാണ് കാറ്റഗറി ചെയ്തിരിക്കുന്നത്. അവ ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളറിൻ്റെ അടിസ്ഥാനത്തിലും അവയുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് പ്രധാന വകഭേദങ്ങൾ വന്നിരിക്കുന്നത്. ഇവയെ തന്നെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയി തിരിച്ചിരിക്കുന്നു. പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒന്നാമത്തെ എംബഡഡ് സിസ്റ്റം സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റം, 2 റിയൽ ടൈം എംബഡഡ് സിസ്റ്റം, 3 നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം, 4 മൊബൈൽ എംബഡഡ് സിസ്റ്റം. ഈ 4 വകഭേദങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റം, റിയൽ ടൈം എംബഡഡ് സിസ്റ്റം, നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം, മൊബൈൽ എംബഡഡ് സിസ്റ്റം. ഒന്നാമത്തത് സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റം. സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റം ഈസ് എ self-contained device which do not require any host system like a computer. ഇത് ഒരു സ്വതന്ത്രതയുള്ള എംബഡഡ് സിസ്റ്റമാണ്. സ്വന്തമായുള്ള ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എംബഡഡ് സിസ്റ്റത്തിനെയാണ് സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ എംബഡഡ് സിസ്റ്റത്തിൽ ഡിജിറ്റൽ ഓർ അനലോഗ് ഇൻപുട്ടുകൾ ഡേറ്റ ആയി എടുത്ത് ആ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് തരുന്നു. ഈ കാണുന്നതാണ് ഒരു എംബഡഡ് സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. ഇൻപുട്ട് എടുക്കുന്നു, പ്രോസസ്സ് ചെയ്യുന്നു, ഔട്ട്പുട്ട് തരുന്നു. ഉദാഹരണത്തിന് ഇൻപുട്ടുകൾ വൈദ്യുതരങ്ങളാകാം, സിഗ്നലുകളാകാം, മനുഷ്യചലനങ്ങളാവാം. ആ ലഭിക്കുന്ന ഡേറ്റ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടാക്കി ഔട്ട്പുട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡിവൈസുകളിൽ ലഭ്യമാക്കുന്നു. ആ ഔട്ട്പുട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഡിവൈസുകൾ ചിലപ്പോൾ LCD സ്ക്രീൻ ആവാം, LED ഡിസ്പ്ലേ ആവാം, ഒരു പ്രിൻ്റർ ആവാം. ഇതാണ് ഒരു സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റത്തിൻ്റെ പ്രാഥമികമായ പതിപ്പ്. നിങ്ങൾക്ക് പരിചിതമാണ് കൊറോണ കാലത്ത് നിങ്ങളുടെ ഊഷ്മാവ് തെർമൽ സ്കാനർ ഉപയോഗിച്ച് നോക്കിയത്. ഇതിൽ നിങ്ങളുടെ ഊഷ്മാവ് ഇൻപുട്ടായി സ്വീകരിക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, അതിലെ ഔട്ട്പുട്ട് രൂപത്തിലാക്കി അതിൻ്റെ ഡിസ്പ്ലേയുടെ സ്ക്രീനിൽ കാണിക്കുന്നു. ഇത് തന്നെയാണ് സ്റ്റാൻഡ് അലോൺ എംബഡഡ് സിസ്റ്റം.
അടുത്തതായി റിയൽ ടൈം എംബഡഡ് സിസ്റ്റം. എന്താണ് റിയൽ ടൈം എംബഡഡ് സിസ്റ്റം? ആൻ എംബഡഡ് സിസ്റ്റം വിച്ച് ഗീവ്സ് ദ റിക്വയർഡ് ഔട്ട്പുട്ട് ഇൻ എ സ്പെസിഫൈഡ് ടൈം or which strictly follows the time deadline for completion of the task. അതായത് ഇത്തരത്തിലുള്ള റിയൽ ടൈം എംബഡഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലഭ്യമാകുന്നത് ഇത്ര സമയത്തേക്കായി ക്രമീകരിച്ചിരിക്കുന്നു. 3-4 കാര്യങ്ങൾ എംബഡഡ് സിസ്റ്റം ചെയ്യുമ്പോൾ ഓരോ കാര്യവും എത്ര സമയം എന്ന് മുൻകൂട്ടി ക്രമീകരിച്ചിരിക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇത്തരത്തിലുള്ള എംബഡഡ് സിസ്റ്റങ്ങളെയാണ് റിയൽ ടൈം എംബഡഡ് സിസ്റ്റം എന്ന് പേരിലറിയപ്പെടുന്നത്. ഇത് തന്നെ പ്രധാനമായും 2 ഗണത്തിൽപ്പെടുന്നു: സോഫ്റ്റ് റിയൽ സിസ്റ്റവും ഹാർഡ് റിയൽ ടൈം സിസ്റ്റവും. സോഫ്റ്റ് റിയൽ ടൈം സിസ്റ്റം എന്ന് പറഞ്ഞാൽ എ റിയൽ ടൈം സിസ്റ്റം ഇൻ വിച്ച് ദ വയലേഷൻ ഓഫ് ടൈം കൺസ്ട്രെയിൻസ് വിൽ കോസ് ഓൺലി ദ ഡീഗ്രേഡഡ് ക്വാളിറ്റി ബട്ട് ദ സിസ്റ്റം ക്യാൻ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ്. അതായത് മോശമായ ഫലം ലഭ്യമായാൽ മുൻകൂട്ടി ക്രമീകരിച്ച സമയത്തിന് മാറ്റമുണ്ടാകുന്നു. നല്ല ഫലം ലഭ്യമാകുന്നതുവരെ അത് പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഉദാഹരണമായി മൈക്രോവേവ് ഓവൻ, വാഷിംഗ് മെഷീൻ, TV റിമോട്ട്. ഇത് കൃത്യമായ മോശമായ ഫലം ലഭ്യമായാൽ നല്ല ഫലം ലഭിക്കുന്നതുവരെ അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. പല ടാസ്കുകളിൽ ഓരോ ടാസ്കും ഓടി വരുമ്പോൾ അവയുടെ മുൻഗണനാക്രമം അനുസരിച്ച് എങ്ങനെയാണ് ക്രമീകരിക്കുന്നതെന്നാണ് അടുത്ത ചിത്രത്തിലൂടെ വ്യക്തമാകുന്നത്. നോക്കൂ, ഒരു CPU-വിന് 4 ടാസ്കുകൾ. ഓരോ ടാസ്കിനും ഇത്ര സമയം മാത്രമേ ക്രമീകരിക്കുന്നുള്ളൂ. ആ സമയത്തിനുള്ളിൽ ഒന്നാമത്തെ ടാസ്ക് വരുന്നു, അടുത്ത മില്ലി സെക്കൻഡിൽ രണ്ടാമത്തെ ടാസ്ക് വരുന്നു, അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് മൂന്നാമത്തെ ടാസ്ക് വരുന്നു. ഇതെല്ലാം ഒരു റിയൽ ടൈം എംബഡഡ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിൽ ആദ്യത്തെ സോഫ്റ്റ് റിയൽ ടൈം എംബഡഡ് സിസ്റ്റം എന്താണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി കാണാൻ പോകുന്നത് ഹാർഡ് റിയൽ ടൈം എംബഡഡ് സിസ്റ്റം എന്താണ് എന്നാണ്. എ റിയൽ ടൈം സിസ്റ്റം ഇൻ വിച്ച് ദ വയലേഷൻ ഓഫ് ദ ടൈം കൺസ്ട്രെയിൻസ് വിൽ കോസ് ക്രിട്ടിക്കൽ ഫെയിലുവർ ഓർ ലോസ് ഓഫ് ലൈഫ്. അതായത് ജീവൻ നഷ്ടമാകുന്ന രീതിയിൽ അത് മോശമായ ഔട്ട്പുട്ട് ലഭ്യമാവുകയോ ഗുരുതരമായ പരാജയപ്പെട്ട ഔട്ട്പുട്ട് ലഭ്യമാവുകയോ വരികയാണെങ്കിൽ ഔട്ട്പുട്ട് സമയം മുൻകൂട്ടി ക്രമീകരിക്കുന്നതിനും വ്യത്യാസം വരുന്നു. ഹാർഡ് റിയൽ ടൈം സിസ്റ്റം, ഉദാഹരണത്തിന് കാർ എയർ ബാഗ് കൺട്രോൾ സിസ്റ്റം. കാർ ഇടിക്കുമ്പോഴാണ് എയർ ബാഗ് വർക്ക് ചെയ്യേണ്ടത്. അത് ഒരു ജീവൻ നഷ്ടമാകുന്നതിന് കാരണമാകുമ്പോൾ ആ ടൈം കൺസ്ട്രെയിനുകളെല്ലാം തന്നെ മാറ്റപ്പെടുകയും കാറിൻ്റെ എയർ ബാഗ് വർക്ക് ചെയ്യുന്നതിന് മുൻഗണന നൽകുകയും ചെയ്യും, മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട്. ഇതാണ് ഹാർഡ് റിയൽ ടൈം എംബഡഡ് സിസ്റ്റം. മൂന്നാമത്തെ എംബഡഡ് സിസ്റ്റം ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തേതാണ് നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം. എന്താണ് ഈ നെറ്റ്വർക്ക് എന്നുള്ളത്? നമ്മൾ 1-ാം വർഷം പഠിച്ചിട്ടുള്ളതാണ്. ഇൻ്റർനെറ്റ്, ലാന്, വാന് എന്നീ നെറ്റ്വർക്കുകളെക്കുറിച്ച് നമ്മൾ 1-ാം വർഷം കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ പഠിച്ചതാണ്. അപ്പോൾ നെറ്റ്വർക്കിൻ്റെ സഹായത്താൽ ഒരു എംബഡഡ് സിസ്റ്റം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എംബഡഡ് സിസ്റ്റം പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള എംബഡഡ് സിസ്റ്റങ്ങളെയാണ് നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. The networked embedded systems are related to a network with a network interface to access the resources. The connected network can be a LAN, WAN or an internet. അതായത് ഈ എംബഡഡ് സിസ്റ്റങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഇൻ്റർനെറ്റിൻ്റെ സഹായത്താലോ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ സഹായത്താലോ വൈഡ് ഏരിയ നെറ്റ്വർക്കിൻ്റെ സഹായത്താലോ ആകാം. അത്തരത്തിലുള്ള സംവിധാന ക്രമീകരണത്തെ നമ്മൾ നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നു. ഈ എംബഡഡ് സിസ്റ്റങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നുകിൽ വയർ ഉപയോഗിച്ചായിരിക്കാം, അല്ലെങ്കിൽ വയർലെസ് ആയിരിക്കാം. ഇത്തരത്തിലാണ് ഇത് ഒരു നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഹോം സെക്യൂരിറ്റി സിസ്റ്റമാണ് ഇതിന് പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണം. വീട്ടിലെ ഉപകരണങ്ങൾ നമ്മുടെ ചെറിയ ഇലക്ട്രോണിക്സ് ഉപകരണമായ മൊബൈലിലൂടെ തന്നെ വീട്ടിലെ TV-യും AC-യും ലൈറ്റും ഫാനും ഇവയെല്ലാം തന്നെ നമുക്ക് വേഗത കൂട്ടാനും ഓഫ് ചെയ്യാനും നമ്മുടെ ആവശ്യത്തിന് അതനുസരിച്ച് ക്രമീകരിക്കാൻ സാധിക്കുന്നു. ഇത് ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്താലാണ് സാധിക്കുന്നത്. ഈ എല്ലാ എംബഡഡ് ഉപകരണങ്ങളും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നെറ്റ്വർക്കിൻ്റെ സഹായത്താലാണ്. തീർച്ചയായും നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റത്തിന്
നമ്മൾ പ്രായോഗിക തലത്തിലുള്ള ഉദാഹരണം പറയുമ്പോൾ ഹോം സെക്യൂരിറ്റി സിസ്റ്റം തന്നെയാണ്. വീട്ടിലെ CCTV മുതൽ വീട്ടിലെ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗ്രഹോപകരണങ്ങളും ഇപ്പോൾ നിയന്ത്രിക്കപ്പെടുന്നത് ഇത്തരത്തിൽ തന്നെയാണ്. ഈ നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റം പ്രധാനമായും നമ്മുടെ എല്ലാ വീടുകളിലും ഇപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഓഫീസുകൾ മുൻപേ തന്നെ നെറ്റ്വർക്ക്ഡ് എംബഡഡ് സിസ്റ്റങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് മൊബൈൽ എംബഡഡ് സിസ്റ്റത്തെക്കുറിച്ചാണ്. മൊബൈൽ എംബഡഡ് സിസ്റ്റവും നമുക്ക് പരിചിതമാണ്. ഒരു എംബഡഡ് സിസ്റ്റം അത് പോർട്ടബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു പോർട്ടബിൾ ഡിവൈസ് എന്ന് പറയുന്നത് മൊബൈൽ തന്നെയാണ്, അല്ലെങ്കിൽ സെല്ലുലാർ ഫോൺ, അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളൊരു MP3 പ്ലെയർ. ഇവയെല്ലാം തന്നെ പോർട്ടബിൾ എംബഡഡ് ഡിവൈസുകളാണ്. ഇത്തരത്തിലുള്ള എംബഡഡ് ഡിവൈസുകൾ പരസ്പരം ബന്ധിക്കപ്പെടുന്ന സംവിധാനത്തെയാണ് മൊബൈൽ എംബഡഡ് സിസ്റ്റം എന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവയുടെ ഏറ്റവും വലിയ പരിമിതി അവയുടെ സ്റ്റോറേജ് തന്നെയാണ്. ഈ ചിത്രത്തിൽ നോക്കൂ, ഒരു മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ബ്ലൂടൂത്തിലൂടെ എന്തെല്ലാം കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ നിയന്ത്രിക്കപ്പെടുന്നു. ഒരു കാറിൻ്റെ ഹോൺ അടിക്കാം, ഒരു TV ഓൺ ചെയ്യാം, ഓവൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ഒരു പോർട്ടബിൾ എംബഡഡ് ഡിവൈസിനെ ഉപയോഗിച്ചുകൊണ്ട് സംവിധാനമൊരുക്കുന്നതിനെയാണ് മൊബൈൽ എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നത്. മൊബൈൽ എംബഡഡ് സിസ്റ്റത്തിന് ഉദാഹരണം നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണ്. തുടർന്നുള്ള ഈ അധ്യായത്തിലെ മറ്റു രസകരമായ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാവുന്നതാണ്. നന്ദി.